കേന്ദ്ര കമ്മിറ്റിയിലേക്ക് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്ന് ആരെയൊക്കെ ആയിരിക്കും പരിഗണിക്കാൻ സാധ്യത? AK ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒഴിയുകയാണ്. ആ ഒഴിവ് നികത്തുന്ന തരത്തിലേക്ക് യുവരക്തമായിരിക്കുമോ അതോ പരിചയസമ്പന്നനായ നേതാക്കളെ പരിഗണിക്കുമോ? EP ജയരാജന്റെ കാര്യത്തിൽ മറ്റെന്തെങ്കിലും ധാരണകൾ എത്തിയിട്ടുണ്ടോ? അങ്ങനെയുള്ള വിശദാംശങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കും. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കേരളത്തിൽ നിന്ന് 3 ഒഴിവുകളാണുള്ളത്. കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച ഒഴിവ്, അതുപോലെ തന്നെ AK ബാലൻ, PK ശ്രീമതിക്ക് ഇളവ് നൽകും എന്നുള്ളതാണ്. മഹിളാ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റ് എന്ന നിലയിൽ അവർക്ക് ഇളവ് നൽകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പക്ഷേ അത് ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. അടുത്ത പേര് എന്നത് മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെതാണ്. മുഹമ്മദ് റിയാസ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അക്കാര്യത്തിലും ഒരു സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട്. ഇപ്പോൾ EP ജയരാജൻ പ്രായപരിധി സംബന്ധിച്ച് ഏതാണ്ട് 75 വയസ്സിലേക്ക് അടുക്കുകയാണ്. അദ്ദേഹത്തെ PBയിലേക്ക് എത്താൻ സാധ്യത കുറവാണ്. PBയിലേക്ക് എത്താൻ സാധ്യതയില്ല. അപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് മലയാളികളായിട്ടുള്ള ആൾക്കാർ കൂടുതലായി 3 പേരായിരിക്കും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൂടുതലായി എത്താൻ സാധ്യത. അത് നേരത്തെ PK ബിജുവിൻ്റെ പേര് പറഞ്ഞിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പുത്തലത്ത് ദിനേശൻ അടക്കമുള്ള ആൾക്കാരുടെ പേരുകൾ പറഞ്ഞിരുന്നു. അക്കാര്യത്തിലൊക്കെ തന്നെ അല്പസമയത്തിൽ മാത്രമായിരിക്കും ഒരു സ്ഥിരീകരണം ഉണ്ടാകുക. പോളിറ്റ് ബ്യൂറോയിലേക്ക് യുവ നേതാക്കൾ വരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്കും യുവത്വം വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിനാലും പോളിറ്റ് ബ്യൂറോയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ കേന്ദ്ര കമ്മിറ്റിയിലും PK ശ്രീമതിക്ക് ഉണ്ടാവുകയാണെങ്കിൽ മറ്റൊരു വനിത ഇവിടെ ഈ കേരളത്തിൽ നിന്ന് മുന്നോട്ട് വരാൻ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്താൻ സാധ്യതയില്ല. പകരം ഈ PK ശ്രീമതിനെ തുടരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിച്ചിരുന്ന വനിതകൾ എന്ന് പറയുന്നത് ഡോക്ടർ സീമ മുൻഗണ്ടിയാണ്. അതുപോലെ തന്നെ അറിയേണ്ടത് കണ്ണൻ നായരും ഒപ്പം അഭിലാഷ് മോഹനുമാണ് മധുരയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.